ഹലോ, ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു നാട്, കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതായിട്ടുള്ള ഒരുപാട് ജീവനുകൾ, ആ ഒരു നാടിനെ ഒന്നാകെ ചേർത്തു പിടിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളം. അതെ, തീർച്ചയായിട്ടും ഒരു പ്രശ്നം വരുമ്പോൾ മലയാളികളൊക്കെ ഒറ്റക്കെട്ടാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടിയന്തരമായിട്ട് വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെ പലരും പല വിധത്തിൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞെട്ടിത്തെരിച്ചിരിക്കുമ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് സന്തോഷത്തിൽ നമ്മളെയൊക്കെ കണ്ണ് നിറയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു വാർത്ത ഇപ്പോൾ കാണാനിടയായി. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ അറിയിക്കണേ, എൻ്റെ വൈഫ് അതിന് റെഡിയാണെന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? അത്രയേറെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമൊന്നുമല്ല, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സഹജീവി സ്നേഹത്തിന്റെയും അപാരമായിട്ടുള്ള ചേർത്തുപിടിക്കലിന്റെയും ഒക്കെ നിരവധി കാഴ്ചകൾ തന്നെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണവും ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളും എല്ലാം അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് മലയാളികൾ. തീർച്ചയായിട്ടും ഇതിനൊക്കെ നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുരുന്നുകൾ മുതൽ വയോധികർ വരെ ആ ഒരു സഹായ നിരയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില കാഴ്ചകളാണ് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നത്. മറ്റൊരു മനോഹര കാഴ്ച കൂടി കാണാനിടയായി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പള്ളിത്തോട്ടം സ്വദേശിനിയായിട്ടുള്ള സുബൈദ എന്നുള്ളൊരു ഉമ്മ ചായക്കടയിലെ തന്റെ വരുമാനമായിട്ടുള്ള 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് കേസുകൾക്കപ്പുറം ഇങ്ങനെ നമ്മൾ അറിയാത്ത എത്രയെത്ര സംഭാവനകൾ പോകുന്നുണ്ടാവും. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, വയനാട്ടിലെ ഉപഭോക്താക്കൾക്ക് 3 ദിവസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് അതുപോലെ തന്നെ SMS ടോക്ക് ടൈം ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ എയർടെൽ സിം. അതെ, വയനാട്ടിൽ എയർടെൽ 3 ദിവസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് SMS ടോക്ക് ടൈം ഒക്കെ കൊടുക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ +2 വരെയുള്ള പഠന ചിലവുകൾ ഞങ്ങൾ വഹിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഗൈസ്, നമ്മളിവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഈ ഒരു വീഡിയോയിലൂടെ കഴിയുന്നവരൊക്കെ സഹായിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നുണ്ട്. ഒരു ചെറിയ സഹായമാണ്, കഴിയുന്നവരെന്ന് ചെയ്തു കൊടുക്കണം. മേപ്പാടിയിലെ ക്യാമ്പുകളിൽ മൊബൈൽ ചാർജറുകൾ ഇല്ല എന്നുള്ള ഒരു അപ്ഡേറ്റ്, ഒരു ഒഫീഷ്യൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ചാർജറുകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നവരോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഗൈസ്, എന്തായാലും ഒരുപാട് ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒക്കെ കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ കഴിയില്ല. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ ബൈ.